മനുഷ്യൻ അവന്റെ ജീവിതത്തിലുടനീളം നന്മയുടെ വാഹകനാകണം. അതാണ് ഇസ്ലാമികാധ്യാപനം. പക്ഷേ മനുഷ്യൻ അവന്റെ ദുർബല നിമിഷങ്ങളിൽ പൈശാചിക പ്രേരണകൾ കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ തെറ്റുകളിലേക്ക് വീണുപോയേക്കാം. ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയ പാളിച്ചകളെക്കുറിച്ച് അതിരുവിട്ട നിരാശയ്ക്ക് വിശുദ്ധ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. നിരാശബോധം മനുഷ്യന്റെ ഇന്നുകളെയും നാളെകളെയും കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കും. ജീവിതം എങ്ങനെയൊക്കെയോ കഴിഞ്ഞുപോയി, ഇനി ഇതിനപ്പുറം നന്മയുടെ സഹചാരിയാകാൻ എനിക്കാവില്ല എന്ന ചിന്തയുണ്ടാകുന്നതിന് അത് കാരണമായി തീരും. ജീവിതത്തിന്റെ ഏതോ നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളിലൂടെ ഉടമസ്ഥനായ അല്ലാഹുവുമായുള്ള സ്നേഹബന്ധത്തിനാണ് ഉലച്ചിലുണ്ടായത്. പടച്ച തമ്പുരാന്റെ മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഇറക്കിവെക്കണം. ശിഷ്ടജീവിതം ഇലാഹി പ്രീതിയിലാക്കാൻ ശ്രമിക്കണം. അല്ലാഹുവിന്റെ അതിവിശാലമായ അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും സ്നേഹസാമീപ്യം മനസ്സിൽ കുതിക്കണം. അതാണ് ഇസ്ലാമിക മാതൃക. അക്രമത്തിന്റെയും അഹങ്കാരത്തിന്റെയും പാത സ്വീകരിച്ചിരുന്ന എത്രയോ ആളുകളാണ് ഇസ്ലാമിക തീരത്തു വന്നണഞ്ഞ് അനുസരണയുള്ള കൊച്ചു കുട്ടികളെപ്പോലെയായത്. അവരുടെ ഒന്നും ഇന്നലകളെ വിശുദ്ധ ഇസ്ലാം ചികഞ്ഞന്വേഷിച്ചിട്ടില്ല, അതിന് അനുവാദം നൽകിയിട്ടുമില്ല. പശ്ചാത്താപത്തോടെ കരകയറിയ നല്ല മനസ്സുകളെ വിശുദ്ധ ഇസ്ലാം ഇരു കരവും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. പുതിയ കാലത്ത് ഏറ്റവും ഉച്ചത്തിൽ പ്രഖ്യാപിക്കേണ്ട നിലപാടാണിത്. ജീവിതത്തിന്റെ ഏതോ ഒരു സാഹചര്യം കൊണ്ട് ക്രിമിനലുകളായി വിഹരിച്ചിരുന്നവർ ജീവിതത്തിനൊരർത്ഥം തേടി അലഞ്ഞ് സമാധാനത്തിന്റെ ഏതെങ്കിലും ഒരു തീരത്തു വന്നണയുമ്പോൾ സമൂഹം അവരെ ഇന്നലകളെ കൊണ്ട് പരിചയപ്പെടുവാൻ ശ്രമിക്കുന്നു. ഖേദകരമാണ് ഈ പ്രവണത. അവരുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കതയും കുറ്റബോധവും നാം ഉൾക്കൊള്ളണം. അവരിൽ അസ്തമിച്ചു പോയ ക്രൂരതയെ നാം ചികഞ്ഞ് പുറത്തിടരുത്. നിങ്ങളുടെ നാഥൻ കാരുണ്യം അവന്റെ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അവിവേകത്താൽ വല്ല പാപവും പ്രവർത്തിച്ചുപോയി, ശേഷം അവൻ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു, കർമ്മങ്ങൾ നന്നാക്കി, എന്നാൽ നിശ്ചയം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വിശ്വാസിയുടെ മനസ്സ് എപ്പോഴും പാപമോചനത്തെ ആഗ്രഹിക്കുന്നതാകണം. ഇസ്തിഗ്ഫാറിന്റെ മന്ത്രധ്വനികൾ അവന്റെ അധരങ്ങളിലൂടെ അടർന്നു വീഴണം. ദുഃഖസാന്ദ്രമായ മനസ്സിനെ നിറഞ്ഞൊഴുകുന്ന നയനങ്ങൾ കൊണ്ട് ശാന്തമാക്കണം. ഹൃദയത്തിന്റെ പാപക്കറകൾ കണ്ണുനീര് കൊണ്ട് കഴുകി സ്ഫുടം ചെയ്യണം. വിശുദ്ധ റമളാൻ ശിലാസദൃശ്യമായ മനുഷ്യഹൃദയങ്ങളെ വെണ്ണ പോലെ ലോലമാക്കുന്നു. അല്ലാഹുവിന്റെ പ്രകാശം ആഗിരണം ചെയ്യുവാൻ വിശ്വാസി പ്രാപ്തനായി മാറുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ ശഗലഹു ഐബുഹു അൻ ഉയൂബിന്നാസ്. സ്വന്തം ന്യൂനതകൾക്ക് പരിഹാരം തേടി നടന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ അറിയാനാവാതെ പോയ വിശ്വാസിക്ക് എല്ലാവിധ ഭാവുകങ്ങളും